ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. രേണുസുതിയുമായി ബന്ധപ്പെട്ട വളരെ സീരിയസ് ആയിട്ട്, സാധാരണ നിലയിൽ നമ്മൾ ചെയ്യുന്ന പോലല്ലാത്ത, തമാശയില്ലാത്ത വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. കഴിഞ്ഞ ഒരു വീഡിയോ, അതായത് രേണുസുതിക്ക് ഈ ഒരു സംഭവം വന്നതിന് ശേഷം ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിൽ പരിപൂർണ സപ്പോർട്ടാണ് രേണുസുതിക്ക് ആ ഒരു വിഷയത്തിൽ കൊടുത്തത്. ആ ഒരു വീഡിയോയുടെ താഴെ സമ്മിശ്രമായ കമൻറ്റുകളാണ് വന്നത്. അതായത് ഇപ്പോഴും രേണുസുതിയുടെ പഴയ ആക്ടിവിറ്റീസ് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് രേണുസുതിയെ എതിർക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാൽ അതിലുപരി ഒരുപാട് പേര് രേണുസുതിയെ പണ്ട് എതിർത്തുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് പഴയ പ്രീവിയസ് കമൻറ്റുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് പേര് ഇപ്പോൾ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരുന്നുണ്ട്. അതിലൊരു വലിയ വിഭാഗം ആളുകൾ രേണുവിനെ സഹായിക്കാനും തയ്യാറാണെന്ന് പല കമൻറ്റുകളിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. എനിക്ക് നേരിട്ടും അനുഭവം ഉണ്ടായെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ ഒരുപാട് പേര് എൻ്റെ ആ വീഡിയോ കണ്ടതിന് ശേഷം മെസ്സേജുകൾ അയച്ചു. പക്ഷേ രേണു പറഞ്ഞ ഈ ഒരു സംഭവം എന്താണ് രേണു പറഞ്ഞത്? വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം ഞാൻ എൻ്റെ ബെഡ്റൂമിലാണ്. ഞാൻ കൈക്ക് വയ്യ, എന്നാലും ഞാൻ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് എനിക്ക് ഇച്ചിരി വേദന ഉണ്ടെന്ന് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. ഒരുപാട് പേര് എൻ്റെ അസുഖം അറിഞ്ഞ് ഒരുപാട് പേര് ആശ്വസിപ്പിക്കുന്നുണ്ട്, അതുപോലെ സഹായിക്കുന്നുണ്ട്, ഞാൻ ചോദിക്കാതെ തന്നെ. പിന്നെ ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. പ്രത്യേകിച്ച് എൻ്റെ പേരിൽ എന്തോ പിരിവ് നടത്തുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷേ ഒരിക്കലും ഞാൻ അറിഞ്ഞിട്ടാണ് എന്ന് നിങ്ങൾ ഒരിക്കലും പറയില്ല. ഞാൻ അറിഞ്ഞിട്ടല്ല, എൻ്റെ സമ്മതത്തോടു കൂടിയല്ല. മനസ്സിലായോ? ഞാൻ ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല എൻ്റെ അസുഖത്തിന് വേണ്ടി പിരിക്കണം എന്ന്, ഒന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. എന്നെ സ്നേഹിക്കുന്നവർ, അവർ എനിക്ക് തോന്നുന്ന കരിഷ്മനെ വിളിക്കാറുണ്ട്, എന്നെ വിളിക്കുക. എൻ്റെ കരിഷ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒഫീഷ്യൽ മാനേജറാണ്. അവളെ കോണ്ടാക്ട് ചെയ്താൽ മതി, അവൾ എന്നെ അറിയിച്ചോളും. നിങ്ങൾ ഒന്നെങ്കിൽ നേരിട്ട് എൻ്റെ നമ്പറുള്ളവർ നേരിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ കരീഷ്മ വഴി കോണ്ടാക്ട് ചെയ്യുക, എന്നെ അവൾ അറിയിച്ചോളും കേട്ടോ. അല്ല, ഞാൻ ഒരിക്കലും ഒരു പിരിവിൻ്റെ കാര്യമോ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ദയവ് ചെയ്ത് നിങ്ങളങ്ങനെ എവിടെയെങ്കിലും എന്നെപ്പറ്റി പിരിക്കുന്നത് കണ്ടാൽ ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, അത് എൻ്റെ ഉത്തരവാദിത്തവും അല്ല. ഞാൻ ഒരിക്കലും ഒരു പിരിവ് ആവശ്യപ്പെടുന്നൊരു വ്യക്തിയല്ല. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ എന്നെ വന്ന് കാണുകയും എനിക്ക് അത്രയും സന്തോഷം. അല്ലാത്ത ആൾക്കാർ, എന്നെ അറിയാത്തവർ, കരീഷ്മ എൻ്റെ മാനേജർ, അവൾക്കാണ് പൂർണ്ണ ഉത്തരവാദിത്തം. എൻ്റെ മാനേജറായ കരീഷ്മയുടെ നമ്പർ, ഈ ഒഫീഷ്യലായിട്ടുള്ള നമ്പർ എൻ്റെ പേജിൻ്റെ മുകളിൽ തന്നെ കിടപ്പുണ്ട്. നിങ്ങൾ അവളെ കോണ്ടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്കറിയാലോ എൻ്റെ അസുഖം ബ്രസ്റ്റിൽ മാത്രമല്ല, കശം, ഹാർട്ട്, മസിൽ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലേക്കൊക്കെ വ്യാപിച്ചിട്ടുണ്ട്. സോ അതിനുള്ള ചികിത്സയൊക്കെ നല്ല പൈസയാകും. അതുകൊണ്ടാണ് ഞാൻ സബ്സ്ക്രിപ്ഷനും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലും ഇപ്പം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സബ്സ്ക്രിപ്ഷൻ അതുപോലെ തന്നെ കിടപ്പുണ്ട്, ഞാനൊന്നും ഇടുന്നില്ല. എല്ലാവർക്കും അറിയാമല്ലോ, എൻ്റെ അവസ്ഥ അറിയാമല്ലോ. അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനലുമായിട്ട് എൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളും തരുന്നത് തന്നെ എനിക്ക് ആ ഒരു പൈസയുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ്. കാരണം എനിക്ക് ഇപ്പോൾ ജോലി ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് പൈസ ഉണ്ടെങ്കിലേ എനിക്ക് തുടർ ചികിത്സകളൊക്കെ നടത്താൻ പറ്റത്തുള്ളൂ. നല്ല പൈസ ആവും, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതായിട്ട് നമുക്കത് തികയോന്നും അറിയില്ല, ഉറക്കം വരുന്നു. അപ്പോൾ ഒരുപാട് സ്നേഹമുള്ള ആളുകൾ എന്നെ കാണാൻ വന്നു. എനിക്കതിൽ ഒരു ദൂരെ നിന്ന് രേണു ഞങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇവിടെ വന്ന് എന്നെ ഒന്ന് കാണുമ്പോൾ എനിക്കുണ്ടാകുന്നൊരു സന്തോഷം, അതെൻ്റെ ജീവിതത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. ഒരാൾ വന്നാൽ ഒരാൾ വന്നില്ല, അവരുടെ പേര് പറഞ്ഞില്ലെന്ന് പറയും. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട എൻ്റെ മാനേജറൊക്കെ വന്നു, എൻ്റെ കരിഷ്മയൊക്കെ വന്നു. അതായത് രേണുസുതി സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഒരു താരമായിരുന്നു. ഇപ്പോൾ ഈ രേണുസുതിക്ക് ഈ ഒരു സംഭവം വന്നതിന് ശേഷവും രേണുസുതിയെ കണ്ടന്റാക്കി വീഡിയോ ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് സഹതാപമാണുള്ളത്. ഈ ഒരു വിഷയത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ടെന്നുള്ളത്. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലെ ചില പേജുകൾ, അതുപോലെ തന്നെ ഈ ആളെ മുഖം കാണാത്ത ചില ചാനലുകൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. വളരെ പരിതാപകരമായ ഒരവസ്ഥയാണ്. എന്നാൽ സ്ഥിരമായിട്ട് രേണുസുതിയുടെ കണ്ടന്റ് ചെയ്തുകൊണ്ടിരുന്ന പല ആളുകളും അതിൽ നിന്നും പിന്മാറിയത് വളരെ പോസിറ്റീവായ കാര്യം തന്നെയാണ്. അതിനിടയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ രേണുസുതിയുടെ കൂടെ നിൽക്കുന്ന, അത്ര കൂടെ അല്ലാതെ നിൽക്കുന്ന ചില ആളുകളായിരിക്കാം, ഒരുപക്ഷെ ബിഗ് ബോസിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചിലപ്പോൾ ആളുകളായിരിക്കാം, ആരാണോ അറിയില്ല, പണപ്പിരിവുകൾ നടത്തിയെന്ന് പറയപ്പെടുന്നു. അതായത് രേണുവിനെ സഹായിക്കാനാണെന്ന് പറഞ്ഞ് പണപ്പിരിവുകൾ നടത്തിയെന്ന് പറയുന്നു. അത് ശരിയായ കീഴ്വഴക്കമാണെന്ന് എനിക്കും അഭിപ്രായമില്ല. രേണുസുതി എന്ന് പറയുന്ന അവരെ സഹായിക്കണമെങ്കിൽ നേരിട്ട് സഹായിക്കാൻ ഉള്ള മാർഗം തേടുക എന്നുള്ളതാണ്. പക്ഷെ പലർക്കും അതറിയില്ല എങ്ങനെ സഹായിക്കണം. എന്നോട് നേരിട്ട് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം 1-2 പേര് ചോദിച്ച് സഹായിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഞാനും ഉണ്ട് എന്നുള്ള രീതിയിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഫേസ്ബുക്കിൽ ചില ആളുകൾ, ചില സ്ത്രീകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ ബിഗ് ബോസ് താരങ്ങളുടെ അകമഴിഞ്ഞ ഒരു സഹായം ഉണ്ടാവണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. അതറിഞ്ഞിട്ടാണോ കേട്ടാണോ സ്വാഭാവികമായിട്ട് തോന്നിയാണെന്ന് അറിയില്ല. 2 ബിഗ് ബോസ് താരങ്ങൾ രേണുസുതിയെ സന്ദർശിച്ചു. വലിയ രീതിയിലുള്ള സഹായം, 1 ലക്ഷം രൂപയോളം, അവരുടെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, ആരും അറിയാതെ അവർ ചെയ്തതാണ്. 1 ലക്ഷം രൂപയോളം രേണുസുതിയെ സഹായിച്ചിരിക്കുന്നു.